നമസ്തേ. ശ്രീ മുരുക ഭഗവാന്റെ സ്കന്ദപുരാണം ആധാരമാക്കിയുള്ള ശ്രീ മുരുകൻ്റെ കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ. മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ഷഡ്ജീവ ജ്യോതിസുകളാൽ അവതീർണനായവൻ. ശരവണ പൊയ്കയിലെ ചെന്താമരപ്പൂവിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ച ഉജ്ജ്വല ശോഭയോടെ മന്ദസ്മിതം തൂകിയ ആറുമുഖൻ, കൃത്തികമാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ, സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയപയോധിതി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കിമാറ്റി കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ, ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ധ്വജരൂപമാക്കിയവനുമായ ദിഗ്വിജയി, ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി. അങ്ങനെയുള്ള ശ്രീ മുരുകൻ്റെ കഥകളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും കേൾക്കുക. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശുക്രാചാര്യരുടെ ഉപദേശങ്ങൾ കേട്ട ശേഷം മൂവരും സൈന്യസമേതം ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. അസുരന്മാരുടെ യാത്ര പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയ ഇന്ദ്രവിമാനത്തിലായിരുന്നു. അങ്ങനെ ദിഗ്വിജയത്തിന് പുറപ്പെട്ട അസുര സൈന്യം അളകാപുരി വളഞ്ഞ് സമ്പത്തിൻ്റെ അധിപൻ കുബേരൻ്റെ പട്ടണമാണ് ഈ അളകാപുരി. ശൂരപത്മൻ, താരകൻ, സിംഹഭക്തൻ എന്നീ 3 പേരുമുണ്ട്. വലിയ സൈന്യവും മൂവരും പോർവിളിയും ആരംഭിച്ചപ്പോൾ ദൂതന്മാർ കുബേരനെ വിവരം അറിയിച്ചു. കുബേരൻ ഞെട്ടി. ദിവ്യവരങ്ങൾ നേടി കരുത്തനായ ശൂരപത്മാസുരനോട് ഏറ്റുമുട്ടാൻ കുബേരന് കഴിയില്ല. കുബേരൻ ഓടിയെത്തി ശൂരപത്മനെയും സംഘത്തെയും സ്വീകരിച്ചു. എന്നിട്ട് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് വണങ്ങി അസുരന്മാരുടെ ആജ്ഞാനുവർത്തിയായി കഴിഞ്ഞുകൊള്ളാമെന്ന് അറിയിച്ചു. വിജയലഹരിയിൽ അമർന്ന രാക്ഷസന്മാർ അതൊന്നും ചെവിക്കൊള്ളാതെ കുബേര പട്ടണം കൊള്ളയടിച്ചു. എന്നാൽ കുബേരൻ ശിവഭക്തനാണെന്നറിഞ്ഞപ്പോൾ അസുരന്മാർ അവിടെ നിന്നും ഓടിമറഞ്ഞു. അസുരപ്പടയുടെ അടുത്ത നീക്കം ദേവലോകത്തായിരുന്നു. അപ്പോൾ അസുരപ്പടയുടെ വരവ് കണ്ട് ദേവേന്ദ്രൻ ഭയപ്പെട്ടു. ഒട്ടും താമസിയാതെ അസുരന്മാർ ദേവലോകം കൊള്ളയടിച്ചു. ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കാനായി വാസസ്ഥലം രാക്ഷസപട വളഞ്ഞു. പൂങ്കാവനവും ഫലവൃക്ഷങ്ങളും അവർ നശിപ്പിച്ചു. ആകാശമാർഗത്തിലൂടെ ഇന്ദ്രൻ മായാവേഷം പൂണ്ട് രക്ഷപ്പെട്ടു. തൻ്റെ വാസസ്ഥാനങ്ങളെല്ലാം അലങ്കോലപ്പെട്ടതിൽ ദുഃഖിച്ചു. അശക്തരായ ദേവന്മാരെ അസുരന്മാർ ബന്ധനസ്ഥരാക്കി. ദേവസ്ത്രീകളെ അപമാനിച്ചു. കൊള്ളയടിച്ച സ്വത്തും ആഭരണങ്ങളും മറ്റും തടവുകാരായി പിടിച്ച ദേവന്മാരെ കൊണ്ട് ചുമപ്പിച്ചു. പിന്നീട് അഗ്നിദേവനെ തേടി തേജോവതിയിലേക്ക് പുറപ്പെട്ടു. തേജോവതിയാണ് അഗ്നിദേവന്റെ വാസസ്ഥാനം. അസുരപ്പടയുടെ വരവ് കണ്ടപ്പോൾ രോഷാകുലനായി അഗ്നിദേവൻ തീ സർവത്ര ഇങ്ങനെ ആളി കത്തിച്ചു. രാക്ഷസന്മാരോട് ഏറ്റുമുട്ടിയെങ്കിലും താരകാസുരന്റെ ദിവ്യായുധങ്ങൾക്ക് മുൻപിൽ അഗ്നിദേവൻ പരാജയപ്പെട്ടു. അസുരന്മാരുടെ സേവകനായി കഴിഞ്ഞു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ തൻ്റെ വസതിയിലേക്ക് തിരിച്ചു. ശൂരപത്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഫലിംഗൻ രഥം യമരാജനു നേരെ തിരിച്ചുവിട്ടു. മിന്നൽ വേഗത്തിൽ എല്ലാവരും യമനഗരത്തിലെത്തി. കുബേരനെയും ഇന്ദ്രനെയും അഗ്നിയെയും തോൽപ്പിച്ചുകൊണ്ടുള്ള അസുരന്മാരുടെ വരവ് കണ്ടപ്പോൾ തന്നെ യമരാജാവ് അവരോട് യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയല്ലെന്ന് തീരുമാനിച്ചു. മാത്രമല്ല ശത്രു ശക്തനായതിനാൽ അഭയം പ്രാപിക്കുന്നതാണ് ഉത്തമമെന്ന് കരുതി. അങ്ങനെ അസുരാധിപന്മാർക്ക് വിശേഷ വസ്തുക്കൾ കാഴ്ചവെച്ച് യമൻ അവർക്ക് കീഴടങ്ങി. സംയമനി എന്ന നഗരത്തിൽ താമസിച്ചു കൊള്ളാമെന്ന് ഉറപ്പും കൊടുത്തു. യമലോകത്തു നിന്ന് കിട്ടാവുന്നിടത്തോളം വിശേഷ വസ്തുക്കൾ കൊള്ളയടിച്ച അസുരന്മാർ അവിടെ ഉപേക്ഷിച്ച് വരുണദേവന്റെ വാസസ്ഥലത്തേക്ക് പോയി. ദേവനെ ഭീഷണിപ്പെടുത്തി സ്വത്തുക്കൾ കൊള്ളയടിച്ചു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ വരുണനും കീഴടങ്ങി. പിന്നീട് പോയത് വായുദേവനെ അന്വേഷിച്ചാണ്. അസുരന്മാരെ കണ്ട ഉടനെ വായുദേവൻ അന്ധകാരത്തിലേക്ക് ഓടിമറഞ്ഞു. വായു നഗരവും അസുരന്മാർ കൊള്ളയടിച്ചു. ദേവന്മാരുടെ ലോകങ്ങളെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ നാഗരാജാവിനെ തേടി എല്ലാവരും പാതാളത്തിലെത്തി. നാഗരാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വത്തുക്കളും കൈയടക്കി അവരെ തോൽപ്പിച്ചു. അടിമകളായി അവരെ ജീവിക്കാൻ അനുവദിച്ചു. അവിടെ നിന്നും മടങ്ങി ശൂരപത്മാവും സൈന്യവും ഭൂലോകത്തെത്തി. എന്നിട്ട് രാജാക്കന്മാരെ എല്ലാം ജയിച്ചു. പിന്നീട് മഹാവിഷ്ണുവിനെ തേടി പുറപ്പെട്ട രാക്ഷസന്മാർ മൂവരും പാലാഴിയിൽ എത്തിച്ചേർന്നു. ഭൂമിദേവിയും ലക്ഷ്മീദേവിയും ഭയപ്പെട്ട് മഹാവിഷ്ണുവിനെ യോഗനിദ്രയിൽ നിന്നുണർത്തി. അപ്പോഴേക്കും പാൽക്കടൽ അസുരന്മാർ കലക്കി മറിച്ചു കഴിഞ്ഞിരുന്നു. മഹാവിഷ്ണു ദിവ്യായുധങ്ങൾ ധരിച്ച് ഗരുഡന്റെ പുറത്തു കയറി അസുര സൈന്യത്തോടെ ഏറ്റുമുട്ടി. അനേകം അസുരന്മാർ മരിച്ചു വീണു. അസുരാധിപന്മാർ വിവരമറിഞ്ഞു. താരകാസുരൻ കുപിതനായി മഹാവിഷ്ണുവിന് നേരെ തിരിഞ്ഞ് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു.
ഗരുഡന്റെ ശരീരമാകെ കീറിമുറിഞ്ഞു. മഹാവിഷ്ണുവും വിട്ടുകൊടുത്തില്ല. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. താരകന്റെ സാരഥി അസ്ത്രങ്ങളേറ്റ് നിലം പതിച്ചു. താരകൻ പെട്ടെന്ന് മറ്റൊരു രഥത്തിലേറി മുന്നേറി. മഹാവിഷ്ണുവിന്റെ ദിവ്യ കവചം പിളർക്കപ്പെട്ടു. ശരീരത്തിന് മുറിവേറ്റ് രക്തമൊഴുകി. താരകന്റെ പുതിയ സാരഥിയെയും വിഷ്ണു വധിച്ചു. അസുരൻ മറ്റൊരു രഥത്തിലേറി ശരമാരി തൂകി. ഇരുവരും മായാരൂപങ്ങൾ ധരിച്ച് യുദ്ധം തുടർന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവസാനം താരകാസുരനെ വധിക്കാൻ മഹാവിഷ്ണു സുദർശന ചക്രം പ്രയോഗിച്ചു. എന്നാൽ ചക്രായുധത്തിന്റെ മുനകൾ ഒടിഞ്ഞ് അതും ഒരു ദിവ്യ പതക്കം പോലെ അസുരന്റെ മാറിടത്തിൽ വിളങ്ങി. ഇനി യുദ്ധം തുടരുന്നതിൽ അർത്ഥമില്ല. ചക്രായുധം പോലും നിഷ്ഫലമായിരിക്കുന്നു. മഹാവിഷ്ണു താരകാസുരനെ പ്രശംസിച്ചുകൊണ്ട് യുദ്ധം നിർത്തിവച്ചു. അസുരനെ ഇല്ലാതാക്കാൻ മറ്റു മാർഗങ്ങൾ ആരായേണ്ടിയിരിക്കുന്നു. തത്കാലം അവർ സമാധാന സന്ധിയിൽ ഏർപ്പെട്ടു. എന്നിട്ട് വിജയശ്രീലാളിതരായ അസുര സൈന്യം ആനന്ദ നൃത്തം ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ പ്രശംസയിൽ അഭിമാനം കൊണ്ട താരകാസുരൻ ശൂരപത്മാവിനോട് വിവരങ്ങൾ ഉണർത്തിച്ചു. മൂവരും വിജയം ആഘോഷിച്ച ശേഷം ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിച്ചു. ബ്രഹ്മദേവന് കാര്യം മനസ്സിലായി. അദ്ദേഹം ശൂരപത്മാസുരനെ സത്കരിച്ചിരുത്തി കുശലങ്ങൾ അന്വേഷിച്ചു. കശ്യപ മഹർഷിയുടെ പിതാവാണല്ലോ ബ്രഹ്മദേവൻ. ആ നിലയ്ക്ക് താൻ മുത്തച്ഛനാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. ബ്രഹ്മദേവൻ മൂവർക്കും രഥങ്ങളും ബ്രഹ്മാസ്ത്രവും നൽകി. അസുരന്മാർ ബ്രഹ്മലോകത്തു നിന്നും കൈലാസത്തിലേക്ക് പ്രവേശിച്ചു. അത് യുദ്ധത്തിനായിരുന്നില്ല. ശ്രേഷ്ഠ വരങ്ങൾ നൽകി അസുരകുലത്തെ അനുഗ്രഹിച്ച മഹാദേവനെയും പാർവതിയെയും ദർശിച്ച് അനുഗ്രഹം നേടാനായിരുന്നു. ശൂരപത്മാവ് നന്ദികേശ്വരൻ വഴി കാര്യങ്ങളെല്ലാം മഹാദേവനെ അറിയിച്ചു. സർവ്വലോകത്തിൻ്റെയും ചക്രവർത്തിയായി വർത്തിക്കുക. മഹാദേവൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചു. പരമശിവന്റെ അനുഗ്രഹം വീണ്ടും നേടിക്കഴിഞ്ഞ അസുരന്മാർ ആർത്തുല്ലസിച്ച് കൈലാസത്തിൽ നിന്നും മടങ്ങി. ഒരു അത്ഭുത നഗരം. ആ നഗരം സർവപ്രതാപത്തോടും കൂടിയതാകണം. അസുര ചക്രവർത്തി ശൂരപത്മൻ തീരുമാനിച്ചു. അസുരഗുരു ശുക്രാചാര്യരും അതിനോട് യോജിച്ചു. ഭടന്മാരെ അയച്ച് വിശ്വശില്പിയായ തൊഷ്ടാവിനെ വരുത്തി സ്ഥലം കണ്ടെത്തി. ദിവസങ്ങൾക്കകം നഗരം പണിതുയർത്തണം. 100 യോജന വീതി, 80,000 യോജന നീളം, ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ, കോട്ടകൾ, രാജവീതികൾ, ഉദ്യാനങ്ങൾ, മണിമന്ദിരങ്ങൾ എല്ലാം പണി കഴിച്ചു. ആരും തന്നെ മുൻപ് ഇത്ര മനോഹരമായ പട്ടണം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. ചക്രവർത്തിക്ക് ഇരിക്കാൻ രത്നസിംഹാസനം, അനുജന്മാർക്കും മന്ത്രിമാർക്കും പഞ്ചലോഹക്കൂട്ടിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, മായാവിദ്യകൾ നിറഞ്ഞ ആ മഹാനഗരത്തിൻ്റെ പേരാണ് വീരമഹേന്ദ്രപുരം. അത് ശൂരപത്മാവിൻ്റേതാണ്. മറ്റുള്ളവർക്ക് താമസിക്കാൻ അതിനു ചുറ്റും ഹേമപുരി, നീലപുരി, ശ്വേതപുരി, അസുരപുരി, മായാപുരി, പത്മപുരി തുടങ്ങിയ ഉപനഗരങ്ങൾ. സിംഹമുഖൻ അസുരപുരിയിലും താരകാസുരൻ മായാപുരിയിലും അധിവസിച്ചു. മറ്റുള്ളവർ മറ്റു നഗരങ്ങളിലും. അങ്ങനെ ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശൂരപത്മാവിനെ അസുരന്മാർ ആഘോഷപൂർവ്വം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രത്നസിംഹാസനത്തിൽ ഇരുത്തി. ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും വരുത്തി. ശൂരപത്മാസുരന്റെ പട്ടാഭിഷേകത്തിന് നഗരം ഒരുങ്ങി. ദേവന്മാരും അസുരന്മാരും ഇരുപുറത്തും നിന്നു. എന്നിട്ട് അനുജന്മാരും ഋഷികളും അസുരനെ കുറി തൊടുവിച്ചു. ബ്രഹ്മദേവൻ കിരീടമണിയിച്ചു. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അസുരന്മാരുടെ ആർപ്പുവിളികൾ ഉയർന്നു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. മഹാവിഷ്ണു അസുര ചക്രവർത്തിയെ ആശീർവദിച്ചു. അസുരന്മാരുടെ അഹങ്കാരം വാനോളം ഉയർന്നു. അസുര ചക്രവർത്തി ചെങ്കോലുമേന്തി സിംഹാസനത്തിലിരുന്ന് കൽപ്പിച്ചു. കൽപ്പന മഹാവിഷ്ണുവിനോടായിരുന്നു. ആവശ്യപ്പെടുമ്പോഴെല്ലാം ഒഴിവ് കഴിവ് പറയാതെ ഉടനായി എത്തണം. മഹാവിഷ്ണു തലകുലുക്കി സ്ഥലം വിട്ടു. ബ്രഹ്മാവിനോട് കൊട്ടാരത്തിലെത്തി ദിവസവും നാളും പക്കവും ഓർമ്മപ്പെടുത്തി ഫലം പറയാൻ ഏൽപ്പിച്ചു. ഇന്ദ്രനോട് അസുരസേനാനായകന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുവാൻ കൽപ്പിച്ചു. അഗ്നിദേവനോട് അസുരന്മാർ സ്പർശിച്ചാൽ പൊള്ളിക്കരുതെന്നും ജാഗ്രതയോടെ പാചകവൃത്തി ചെയ്യണമെന്നും പറഞ്ഞു. യമനെ വിളിച്ച് സൈനികർക്കും മറ്റും മരണം സംഭവിക്കാതിരിക്കാൻ നിർദ്ദേശിച്ചു. എല്ലായ്പ്പോഴും പ്രകൃതിയെ ശീതളമാക്കി തീർക്കാൻ വരുണന് ആജ്ഞ നൽകി. ചന്ദ്രനോട് സദാ പൂർണ്ണചന്ദ്രനായി പ്രകാശം പരത്താൻ കൽപ്പിച്ചു. സൂര്യനോട് മിതമായ ചൂടും തണുപ്പും സർവത്ര പരത്താൻ ഉത്തരവിട്ടു. ഇങ്ങനെ എല്ലാ ദേവന്മാർക്കും അസുര ചക്രവർത്തി ജോലികൾ ഇങ്ങനെ വീതിച്ചു നൽകി. ആരും അസുര ചക്രവർത്തിയെ എതിർത്തില്ല. എല്ലാവരും അസുരരാജൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. സർവവും നേടിക്കഴിഞ്ഞ അഹംഭാവം അസുര ചക്രവർത്തിയെ ഉന്മത്തനാക്കി. വിശ്വകർമാവിൻ്റെ സുന്ദരിയായ പുത്രിയെ ശൂരപത്മാസുരൻ വിവാഹം ചെയ്തു. അതിൽ ശക്തന്മാരായ 4 പുത്രന്മാർ ജനിച്ചു. ഭാനുകോപൻ, അഗ്നിമുഖൻ, ഹിരണ്യൻ, വജ്രബാഹു. മറ്റുള്ള ഭാര്യമാരിൽ മറ്റനേകം പുത്രന്മാരും ജനിച്ചു. എല്ലാവരും
മഹേന്ദ്രപുരിയിൽ സസുഖം വാണു. സിംഹമുഖന് 100 പുത്രന്മാരും താരകാസുരന് അസുരേന്ദ്രൻ എന്ന പുത്രനും ജനിച്ചു. അസുരേന്ദ്രൻ വിശിഷ്ടനും ധർമ്മിഷ്ഠനുമായിരുന്നു. ദേവന്മാർ വളരെ വിഷമിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കി. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണമല്ലോ. ദക്ഷയാഗത്തിൽ മഹാദേവൻ വിലക്കപ്പെട്ടപ്പോൾ ദേവന്മാർ ഹവിർ ഭാഗങ്ങൾ സ്വീകരിച്ച് യാഗത്തിൽ പങ്കെടുത്തില്ലേ? അതിൻ്റെ പാപഫലമാണ്. ഇനിയും തീർന്നില്ലായിരിക്കാം. ശിവഭക്തനായ ശൂരപത്മാവിനോട് ഏറ്റുമുട്ടി വീണ്ടും ശിവകോപം ഉണ്ടാക്കുന്നതെന്തിന്? പക്ഷേ ദേവേന്ദ്രന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇന്ദ്രാണിയുമൊത്ത് മഹാദേവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മഹാദേവന് മാത്രമേ കഴിയൂ. അങ്ങനെ തപസ് ആരംഭിച്ചു. ഉഗ്ര തപസ്സായിരുന്നു അത്. അസുരന്മാർ ഇന്ദ്രപുത്രനെയും മറ്റു ദേവന്മാരെയും പിടിച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. പക്ഷേ ഇന്ദ്രൻ തപസ്സിൽ നിന്നും പിന്മാറിയില്ല. കൈലാസമാകെ ഇളകി മറിഞ്ഞു. പാർവതി പരമശിവനോട് ദേവകളെ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. ശിവഭക്തരെ നിയന്ത്രിക്കാൻ അപേക്ഷിച്ചു. ആപത്തുകളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ യാചിച്ചു. ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അസുരന്മാരെ തൻ്റെ പുത്രൻ നിഗ്രഹിക്കുമെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ഇന്ദ്രനോട് അരുളി ചെയ്ത് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ബൃഹസ്പതി കഥ ഉപസംഹരിച്ചു. പിതാവ് പറഞ്ഞത് ശരിയാണ്. തൻ്റെ ജന്മോദ്ദേശം അതുതന്നെ. പക്ഷേ പെട്ടെന്ന് ചെന്ന് അസുരനെ വധിക്കുന്നതെങ്ങനെ? മുരുകൻ തിരുച്ചെന്തൂരിൽ വസിച്ച് വഴികൾ ആരാഞ്ഞു. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അസുരന്മാരെ കീഴടക്കാൻ കഴിയുമോ? ഒരു പരീക്ഷണത്തിന് തയ്യാറെടുത്തു. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവ മുറപ്രകാരം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു. ആദ്യം ശൂരപത്മാസുരനെ ബന്ധപ്പെടണം. അവനോട് സംസാരിക്കണം. അവൻ എന്തു പറയാനുണ്ടെന്ന് അറിയണമല്ലോ. വീരബാഹുവിനെ ദൂതനായി അസുര ചക്രവർത്തിയുടെ സമീപത്തേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. ദൂതവാക്യം ഇതായിരുന്നു: ഉടൻ ഇന്ദ്രപുത്രനെയും മറ്റു ദേവന്മാരെയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് വിരോധമുണ്ടോ? ഉണ്ടെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. മുരുകന്റെ കൽപ്പന ശിരസാ വഹിച്ച് വീരബാഹു യാത്ര പുറപ്പെട്ടു. ദുഃഖിതനായ ദേവേന്ദ്രൻ വീരബാഹുവിൻ്റെ അടുത്തെത്തി തൻ്റെ മനോദുഃഖം ഒരിക്കൽ കൂടി ഉണർത്തിച്ചു. വീരബാഹു ഇന്ദ്രനെ സമാധാനിപ്പിച്ചു. അനന്തരം ഭീമാകാരനായി വീരബാഹു വളർന്നു. തന്മൂലം ഗന്ധമാദനഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് സർവ്വലോകങ്ങളെയും ദർശിക്കാൻ കഴിഞ്ഞു. ശൂരപത്മാസുരന്റെ മഹേന്ദ്രപുരി കണ്ടപ്പോൾ ആ പട്ടണം തവിട് പൊടിയാക്കുവാൻ വീരബാഹു കൊതിച്ചു. പക്ഷേ അത് മുരുകൻ തന്നെ ഏൽപ്പിച്ച പണിയല്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജയന്തൻ്റെയും ദേവന്മാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് തൻ്റെ യാത്ര. വീരബാഹു തൻ്റെ ആകാരം ചെറുതാക്കി. ദൂതൻ പർവ്വതത്തിൻ്റെ നെറുകയിൽ നിന്നും ആകാശത്തിലൂടെ പറന്നു. രാത്രിയിലെ അന്ധകാരം വീരബാഹുവിൻ്റെ രത്ന കങ്കണങ്ങളുടെ പ്രകാശത്തിൽ ഇല്ലാതെയായി. സമുദ്രോപരിതലത്തിലൂടെ അതിവേഗം മഹേന്ദ്രപുരിയുടെ വടക്കു ഭാഗത്തുള്ള ലങ്കാനഗരപുരത്തിൽ ചെന്നിറങ്ങി. ദൂതൻ്റെ ഈ വരവ് അവിടുത്തെ ഭരണ ചുമതലയുണ്ടായിരുന്ന വീരസിംഹൻ എന്ന അസുരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. വീരബാഹുവിൻ്റെ നേരെ അസുരൻ കുതിച്ചെത്തി. വീരബാഹു അവൻ്റെ ശിരസ്സറുത്ത് ഇങ്ങനെ മുന്നോട്ട് വീണ്ടും കുതിച്ചു. ഒരു യുദ്ധത്തിലൂടെ അല്ലാതെ മഹേന്ദ്രപുരിയുടെ അകത്ത് കടക്കാൻ വഴി കാണുന്നില്ല. ഉത്തര ഗോപുരത്തിൽ ഘോരനും അതിഘോരനും കാവൽ നിൽക്കുന്നു. പമ്പിച്ച സൈന്യവും. ദൂതൻ യുദ്ധം ചെയ്യുന്നത് ഭൂഷണമല്ല. വീരബാഹു ദക്ഷിണ ഗോപുര കവാടത്തിനു നേരെ പറന്നു. അവിടെ കാവൽക്കാരൻ ഗജമുഖ രാക്ഷസനാണ്. 1000 ഗജങ്ങളോടുകൂടിയ സൈന്യാധിപൻ വീരബാഹുവിനെ കണ്ടപ്പോൾ തന്നെ ഗർജിച്ചു. അവർ തമ്മിൽ ഘോര യുദ്ധം നടന്നു. അസുരൻ ചത്തുവീണു. ആരുടെയും കണ്ണിൽപ്പെടാതെ ശൂരപത്മാസുരന്റെ കോട്ടയിൽ കടക്കണം. വീരബാഹു മുരുകനെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് അഗോചര രൂപം നൽകി ഭഗവാൻ വീരബാഹുവിനെ അനുഗ്രഹിച്ചു. സൂക്ഷ്മരൂപിയായി വീരബാഹു എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് മഹേന്ദ്ര പട്ടണത്തിൽ സർവത്ര സഞ്ചരിച്ചു. മനോഹരമായ അസുര കൊട്ടാരം. ഉണർന്നു നിൽക്കുന്ന ഗോപുരത്തിൽ വീരബാഹു കയറിയിരുന്നു. അവിടെ ഇരുന്നാൽ നഗരവും കൊട്ടാരവും നന്നായി കാണാം. ആരും തന്നെ കാണുകയുമില്ല. ശൂരപത്മാസുരൻ സർവ്വവിധ പ്രൗഢിയോടും കൂടി രത്നസിംഹാസനത്തിൽ ചുറ്റും രാക്ഷസ പ്രമുഖന്മാരും മന്ത്രിമാരും. വീരബാഹു അല്പസമയം കൊണ്ട് അസുരന്മാരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. എന്നിട്ട് ഭഗവാനെ ധ്യാനിച്ച് അല്പനേരം കൂടി ഗോപുരത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയ ശേഷം യഥാർത്ഥ രൂപം ധരിച്ച് ഇങ്ങനെ രഹസ്യരൂപം കൊണ്ട് സഞ്ചരിക്കുന്നത് ദേവന്മാർക്ക് അപമാനമാണ്. അപ്പോൾ ശൂരപത്മാസുരൻ്റെ സിംഹാസനം ലക്ഷ്യമാക്കി കൊട്ടാരത്തിലേക്ക് തന്നെ കുതിച്ചു. ഞാൻ ശിവസുതൻ ശ്രീ മുരുകൻ അയച്ച ദൂതനാണ്. അസുരൻ്റെ മുഖത്തേക്ക് നോക്കി വീരബാഹു സ്വയം പരിചയപ്പെടുത്തി. അസുര ചക്രവർത്തി അത് ഒട്ടും ഗൗനിച്ചില്ല. കണ്ടുവെന്ന് നടിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. അതിഥിയെ മാനിക്കാത്തവൻ നികൃഷ്ടനാണ്, സംസ്കാരശൂന്യനാണ്. അഹങ്കാരിയായ അസുരനെ താൻ ആരെന്ന് അറിയിച്ചു തന്നെ പോകണം. തന്നെ അപമാനിക്കുന്നത് മുരുകനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വീരബാഹു മുരുകനെ ധ്യാനിച്ച് ഭഗവാന്റെ ഇച്ഛ ആരാഞ്ഞു. പെട്ടെന്ന് കൊട്ടാരത്തിൽ ദിവ്യശോഭ പരന്നു.
എല്ലാവരും വീഴ്ച നിൽക്കെ ഒരു സ്വർണ്ണ സിംഹാസനം അസുര സിംഹാസനത്തിനു സമീപം കാണപ്പെട്ടു. അതയച്ചത് മുരുകദേവനാണ്. വീരബാഹുവിൻ്റെ പദവി ചക്രവർത്തി മനസ്സിലാക്കാൻ വീരബാഹു സിംഹാസനത്തിൽ കയറിയിരുന്നു. ആരാണിവൻ? ഇന്ദ്രനോ ഇന്ദ്രപുത്രനോ? സഭാവാസികൾ ആരാഞ്ഞു. അസുര ചക്രവർത്തിക്ക് കാര്യം പിടികിട്ടി. കുപിതനായി ശൂരപത്മാസുരൻ ഉറക്കെ ഗർജിച്ചു, മായാപ്രയോഗം എന്നോട് വേണ്ട, അതുകൊണ്ട് ഭയപ്പെടുത്താമെന്നും കരുതേണ്ട. അത് മഹർഷിമാരെയും ദേവന്മാരെയും പറ്റിക്കാൻ മാത്രം എടുത്താൽ മതി. അസുരന്മാരുടെ ശക്തി സിദ്ധികളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ മായാവിദ്യകൾ കാണിക്കാൻ തോന്നിയത്. മഹേന്ദ്രപുരിയിലെ ഓരോ അസുരനും ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. അത് നിനക്കറിയില്ല എങ്കിൽ ശിവപുത്രനോട് തന്നെ ചോദിച്ചു നോക്ക്. ത്രിമൂർത്തികൾ വരെ എന്നെ അനുസരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉടൻ പറഞ്ഞ് സമയം കളയാതെ സ്ഥലം വിടുന്നതാണ് നല്ലത്. ചക്രവർത്തിയുടെ വാക്കുകൾ വീരബാഹു ക്ഷമയോടെ ശ്രവിച്ചു. സിംഹാസനത്തിൽ അമർന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, സ്കന്ദദേവന്റെ ആജ്ഞ അനുസരിച്ചെത്തിയ ദൂതനാണ് ഞാൻ. ദേവൻ തിരുച്ചെന്തൂരിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അസുരൻ ആപാതചൂടൻ ദൂതനെയൊന്ന് നോക്കി. ആരും ശിവസുതനേക്കാൾ വലിയവരല്ല. എല്ലാവരും സർവശക്തനായ ശ്രീ മുരുകന്റെ അടിമകളാണ്. അത് അംഗീകരിക്കുവാൻ കഴിയാത്തവർ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ദൂതൻ മുന്നറിയിപ്പ് നൽകി. ഭീഷണിയാണോ? അങ്ങനെയങ്ങ് അനുസരിപ്പിക്കാമെന്നൊന്നും കരുതണ്ട. പറയാനുള്ളത് പറഞ്ഞ് മടങ്ങുന്നതാണ് ഉചിതം. അസുര ചക്രവർത്തി ദൂതന്റെ വാക്കുകൾ കേൾക്കുവാൻ കാത്തിരുന്നു. ബ്രഹ്മാവിനെയും ദേവേന്ദ്രൻ മുതലായ ദേവന്മാരെയും ദ്രോഹിക്കരുത്. അവരെ അപമാനിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ഇന്ദ്രപുത്രനെയും ദേവന്മാരെയും ഉടൻ വിട്ടയക്കണം. ദേവന്മാരിൽ നിന്നും കവർന്നെടുത്ത സ്ഥാനങ്ങൾ തിരിച്ചു നൽകണം. ദൂതൻ യുദ്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ചുരുക്കത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ ദൂതന്റെ വാക്കുകൾ കേട്ട രാക്ഷസൻ പൊട്ടിച്ചിരിച്ചു. അത് ദേവന്മാരോടുള്ള പരിഹാസമായിരുന്നു. ചതിയന്മാരായ ദേവന്മാർ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാണെന്ന് രാക്ഷസൻ ദൂതനെ ഓർമ്മപ്പെടുത്തി. വരുംവരേഖകൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബാലൻ പറഞ്ഞയച്ച കാര്യങ്ങളാകയാൽ ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ ജീവനും കൊണ്ട് മടങ്ങുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വീരസ്യം പുലമ്പാതെ ഉടനെ പോകുന്നതാണ് നല്ലത്. അസുരന്റെ വാക്കുകൾ അനുസരിക്കാൻ വീരബാഹു തയ്യാറല്ലായിരുന്നു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ തുടർന്നു. ബാലവാക്യമാണെന്ന് കരുതി അവഹേളിക്കരുത്. ബാലൻ പരമശിവന്റെ പുത്രനാണ്. സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവൻ തന്നെയാണ് ആ ബാലനും. എല്ലാം മറന്ന് സംസാരിക്കുന്നത് ആപത്താണ്. അപ്പോൾ അസുരൻ പറയുകയാണ്, ഭീഷണി വേണ്ട. ആരവിടെ? ദൂതനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലടയ്ക്കൂ. അസുര ചക്രവർത്തി ഭടന്മാർക്ക് ആജ്ഞ നൽകി. അപ്പോൾ ശ്രീ മുരുക ഭഗവാന്റെ സ്കന്ദപുരാണം അടിസ്ഥാനമാക്കിയുള്ള അത്ഭുത കഥകളാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. എല്ലാവരും കഥകൾ കേൾക്കുക, കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. അടുത്ത ഭാഗം ഉടനെ കേൾക്കാം.